സഫീർ മോളിലാണ് വന്നത്. സിനിമ ഇഷ്ടായോ? എങ്ങനെ ഉണ്ടായിരുന്നു? പറയാതെ വയ്യ, മമ്മൂക്കതൊക്കെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഇനി നമുക്ക് സഫീർ മാളിലെ കുറച്ച് വിശേഷങ്ങൾ ഉണ്ടാകുമോ? ഇവിടെ ഇപ്പൊ എവിടെ പോയാലും ഒരു ക്രിസ്മസ് വൈബാണ് ഗൈസ്. സഫീർ മാളും ഇഷ്ടം പോലെ ക്രിസ്മസ് ഡെക്കറേറ്റിംഗ് ഐറ്റംസ് വന്നിട്ടുണ്ട്. സ്കൂൾ ബാഗും ലഞ്ച് ബാഗും പെൻസിൽ പൗച്ചും കൂടി ചേർന്ന് വരുന്ന 3 പീസ് കോംബോ ബോക്സസ് ഇവിടെ ഭയങ്കര പോപ്പുലർ ആണ് ഗൈസ്. പിന്നെ സ്റ്റേഷനറി ഐറ്റംസ്, ക്രാഫ്റ്റ് ഐറ്റംസ്, അതുകൂടാതെ ഹോം ഡെക്കോർസിന്റെ അത്യാവശ്യം നല്ല കളക്ഷൻ ഇവിടെ ഉണ്ട് ഗൈസ്. പക്ഷെ എപ്പോഴത്തെയും പോലെ സഫീർ മാർക്കറ്റുകളെ എല്ലാം ഇച്ചിരി ഓവർ പ്രൈസ്ഡ് അല്ലേന്നാ നമുക്ക് തോന്നാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ സഫീർ മാർക്കറ്റിൽ നിന്ന് ഒന്നും മേടിച്ചില്ല ഗൈസ്. ഈ മ്യൂസിക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നൊന്ന് നോക്കിയേ ഗൈസ്. കാന്താരയിലെ ഈ മ്യൂസിക്കാ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ ഞാൻ അമ്മയോട് പറഞ്ഞത്. ഐഡിയാസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഈ മ്യൂസിക് ഓർമ്മ വരും. ടോയ്സിന്റെ കളക്ഷൻസ് ഒക്കെ ഓഫർ പ്രൈസിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അത്ര വർത്തായൊന്നും തോന്നിയില്ല. ചുറ്റും മുഴുവനായിട്ടൊന്ന് കറങ്ങി നടന്ന് പ്രൈസൊക്കെ ഒന്ന് നോക്കി ക്രിസ്മസ് ട്രീയുടെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസും എടുത്ത് നിങ്ങൾക്ക് എൻ്റെ ഹെയർ സ്റ്റൈൽ ഇഷ്ടമായെന്ന് പറയണേ. ഞങ്ങൾ അങ്ങനെ സഫീർ മാളിൽ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ടേക്കാ പോയെന്ന് നിങ്ങൾ തന്നെ നോക്കൂ ഗായ്സ്. അതെ, നമ്മുടെ റഹ്മത്ത് കാലിക്കട്ട് ഷാബിയ ടെന്നിൽ വന്ന ന്യൂസ് നിങ്ങൾക്ക് അറിഞ്ഞായിരുന്നോ ഗായ്സ്? അബുദാബിയിലെ മലബാർ ദം ബിരിയാണി ലവേഴ്സ് ഒക്കെ പോന്നോളൂ. ഇവിടെ നമ്മുടെ കോഴിക്കോടിന്റെ സ്വന്തം ബിരിയാണി കിട്ടും കേട്ടോ. എത്തിപ്പെട്ടത് വല്ലാത്തൊരു ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ വലിയ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അച്ഛനും അമ്മയ്ക്കും ചായയുടെ ഒരു വികാരമായതുകൊണ്ട് മുൻചൊരു സുലൈമാനി അങ്ങോട്ട് പറഞ്ഞു. പിന്നെ ആകെ ഉണ്ടായിരുന്ന ചിക്കൻ 65ഉം കടായി ചിക്കനും നമ്മുടെ തട്ടുദോശയും പറയാതിരിക്കാൻ വയ്യ ഗായ്സ്. അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. കടയുടെ മുമ്പ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.